മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ. ഒരു വാക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വായിക്കപ്പെട്ട വചനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞു ദൈവത്തിന് പരിശുദ്ധാത്മാവ് സംസ്ഥാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചത്തെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ദൈവം എൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു തരുവാൻ ഇടയാതീർന്നത്. ഇവിടെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പകലും രാവും തമ്മിൽ വേർതിരിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടായി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം ആദ്യമായി ഉണ്ടാക്കിയതാണ് വെളിച്ചം എന്ന് പറയുന്നത്. എന്തിനാണ് വെളിച്ചം ദൈവം ഉണ്ടാക്കിയത്? ഇരുളിനെ വേർതിരിപ്പാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാൻ വേണ്ടിയിട്ടാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കി ആകാശവിധാനത്തിലേക്ക് നിർത്തിയത്. മാത്രമല്ല, ദൈവം ഈ വെളിച്ചങ്ങളെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതിൽ പറയുന്നുണ്ട്, എന്തായിരുന്നു? 1, ഭൂമിയെ പ്രകാശിപ്പിക്കണം. 2, എന്താണ്? ഭൂമിയെ വാഴണം. 3-ാമത്തെ കാര്യം എന്തുവാണ്? വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവം ഉണ്ടാക്കിയ 2 കാര്യങ്ങൾക്ക് മാത്രമേ ദൈവം വാഴാൻ അധികാരം കൊടുത്തിട്ടുള്ളൂ. ബാക്കി കുറെ കാര്യങ്ങൾ ദൈവം അവിടെ സൃഷ്ടിച്ചതിന് ശേഷം അതെല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. പക്ഷെ വാഴാൻ ദൈവം അധികാരം കൊടുത്തിട്ടുള്ള 2 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നെന്താണ്? വെളിച്ചത്തിന് ദൈവം വാഴാൻ അധികാരം കൊടുത്തു. 2-ാമത് വാഴാൻ ദൈവം അധികാരം കൊടുത്ത ആർക്കാണ്? മനുഷ്യന് ദൈവം വാഴാൻ അധികാരം കൊടുത്തു. അതിന് 26-ാം അധ്യായത്തിൽ പറയും, 26-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവം വാഴാൻ അധികാരം കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ വാഴുവാൻ ദൈവം വെളിച്ചങ്ങൾക്ക് അധികാരം കൊടുക്കുമ്പോൾ എന്തിന്റെ മേൽ വാഴാനാണ് അതിനോട് പറഞ്ഞത്? ഭൂമിയുടെ മേൽ വാഴണം. ഭൂമിയുടെ മേൽ വാഴാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയെ പ്രകാശിപ്പിക്കണം. ആകാശവിധാനത്തിലുള്ള വെളിച്ചങ്ങളായിരിക്കണം. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും. അങ്ങനെ ഭൂമിയെ വാഴാൻ വേണ്ടി ദൈവം വെളിച്ചത്തെ ആഗ്രഹിച്ചേക്കുവാണ്. മനുഷ്യന് ദൈവം വാഴാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മേലാണ്. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിലിടയുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം മനുഷ്യന് അധികാരം കൊടുത്തേക്കുന്നത് ഭൂമിയിലുള്ള ചില കാര്യങ്ങളുടെ മേൽ വാഴാൻ വേണ്ടിയിട്ടാണ്. വലിയ വെളിച്ചങ്ങളായ സൂര്യനെതിരെ അധികാരം കൊടുത്തേക്കുന്നതിനാണ് ഈ ഭൂമിയെ വാഴണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ മനുഷ്യന് ഭൂമിയിൽ വാഴാൻ അധികാരമുണ്ട്, സകലത്തിന്റെ മേലും വാഴാൻ അധികാരമുണ്ട്. പക്ഷെ എന്നാൽ ഈ വെളിച്ചത്തിന്റെ മേൽ, നിങ്ങളിലുള്ള വെളിച്ചത്തിന്റെ മേൽ വാഴാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടോ? അധികാരം കൊടുത്തതായിട്ട് ഇവിടെ പറയുന്നില്ല. പക്ഷെ ഈ വെളിച്ചത്തിന് ഭൂമിയുടെ മേൽ വാഴാം. പക്ഷേ എന്നാൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ സൂര്യന്റെ ഈ വാഴ്ചയ്ക്ക് മനുഷ്യനെ വേണ്ടുന്ന വിധം വാഴാൻ കഴിയുന്നുണ്ടോ? ഈ വെളിച്ചം ഭൂമിയുടെ മേൽ അടിക്കുന്നുണ്ട്. ഈ സൂര്യന്റെ ഭയങ്കരമായിട്ട് ഈ ചൂട് ഈ മനുഷ്യന്റെ മേൽ പതിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ 100% ഈ മനുഷ്യന്റെ മേൽ വാഴാൻ ഈ ചൂടിന് കഴിയുന്നുണ്ട്? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഫാനും എയർ കൂളറും ഈ AC-യും ഉള്ള കാലത്തോളം പൂർണ്ണമായി ഈ സൂര്യൻ ഒരിക്കലും ഈ മനുഷ്യനെ വാഴാൻ കഴിയത്തില്ല. പക്ഷെ മനുഷ്യനെ ഈ സൂര്യനെ വാഴാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. പക്ഷേ അവൻ ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ജോഷുവ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈ ഭൂമിയിൽ കാണുന്നതിന്റെ മേൽ മാത്രമല്ല അവൻ വാണത് എവിടെയാണ്? സൂര്യാന്തി ഗിബയോനിലും ചന്ദ്രാന്തി അയ്യാവൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവൻ സൂര്യനെ പോലും വാഴുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്കത് ചിന്തിച്ചെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി. ഒരിക്കലും ഈ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിരുന്നില്ല സൂര്യന്റെ മേൽ വാഴാൻ, ചന്ദ്രന്റെ മേൽ വാഴാൻ, ഒന്നും അധികാരം കൊടുത്തിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അഭിഷേകം അവനെ മാറ്റിമറിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ ഭൂമിയുടെ മേൽ മാത്രമല്ല സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും സകലത്തിന്റെ മേലും വാഴുവാൻ ഈ അഭിഷേകത്താൽ ഒരു വ്യക്തി കഴിവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് ചിന്തയായിട്ട് വന്നതാ, ഈ ഭൂമിയെ കർത്താവ് പറഞ്ഞ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും അല്ലെ? വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത്?
യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അല്ലെ, കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതോടൊപ്പം പറയാണ്, നിങ്ങൾ എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷെ അവിടെ പറയുന്നുണ്ടോ നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പല സ്ഥലങ്ങളിലും ഭൂമി എന്ന് പറഞ്ഞാൽ ലോകം എല്ലാം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ലോകത്തിന് ചില വേറെ അർത്ഥങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു വ്യക്തി ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവൻ ഏതോ ഒരു ലോകത്തിലാണ്, അവൻ ഭൂമിയിലാണെന്നാണോ അതിന്റെ അർത്ഥം? ഇല്ല. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരധികം പുറത്തേക്കൊന്നും പോകാത്തവരാണ്. അവരുടെ ലോകം എന്ന് പറയുന്നത് എന്താണ്? തന്റെ ഭർത്താവ്, തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ കുടുംബം, അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പല വ്യക്തികളുണ്ട്, ശക്തമായി ഉപയോഗിക്കുന്ന. പക്ഷെ അവരുടെ ലോകം എന്ന് പറയുന്നത് എന്താണ്? രാജ്യങ്ങൾ. അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിൽ ഒതുങ്ങുന്നില്ല, അവരുടെ ദേശത്തിൽ ഒതുങ്ങുന്നില്ല, അവരുടെ രാജ്യത്തിൽ ഒതുങ്ങുന്നില്ല. അവരുടെ ലോകം എന്ന് പറയുന്നത് എവിടെയാണ്? പല രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഈ ലോകം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ ലോകം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? There are no boundaries. ഈ ഭൂമിക്ക് ഒരളവുണ്ട്. അല്ലെ, ആ ഒരളവിൽ അതിനെ നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയും. നമുക്ക് ആ ഭൂമിയുടെ അളവിനെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇത്ര ചതുരശ്ര മീറ്റർ ആണ് ഈ ഭൂമിയുടെ അളവ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഈ ലോകത്തെ നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. അതിനൊരു ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ്. അതിന് ബൗണ്ടറി നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് ഈ ലോകത്തിന് ബൗണ്ടറി നിശ്ചയിക്കുന്നത്. എന്റെ ലോകത്തിന് ബൗണ്ടറി നിശ്ചയിക്കുന്ന ആരാണ്? ഞാനാണ്. വീട്, കുറച്ച് കാര്യങ്ങള്, പിള്ളേരുടെ കാര്യങ്ങള്, ഇങ്ങനെ വെച്ച് ഞാനൊരു വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ആ വട്ടം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? അത് ഞാൻ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഭൂമിയുടെ വെളിച്ചവും ലോകത്തിന്റെ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാല്, ഈ ഭൂമിയുടെ വെളിച്ചത്തിന് എപ്പോഴും ഭൂമിയെ പ്രകാശിപ്പിക്കാൻ പറ്റും. സൂര്യന് 24 hours നമ്മുടെ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ ഇന്ത്യക്ക് പ്രകാശം നൽകാൻ 24 hours ഈ സൂര്യന് കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് വെളിച്ചങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ പകലാണെങ്കിൽ അമേരിക്കയിൽ എന്തായിരിക്കും? രാത്രി. ഒരിക്കലും ഈ സമയം ഇവിടെ ഇരുട്ടുകൊണ്ടിരാൻ സൂര്യന് പറ്റുമോ? ഇല്ല. ഇപ്പൊ അമേരിക്കൻ രാത്രിയാണ്. അവിടെ എന്ത് ചെയ്താലും ഈ സൂര്യന് വെളിച്ചം കൊണ്ടുചെല്ലാൻ പറ്റുമോ? വെളിച്ചം കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഭൂമിയുടെ വെളിച്ചത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു സമയത്തേക്ക് മാത്രമേ ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഇതിന് പ്രകാശം എത്തിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ലോകത്തിന്റെ വെളിച്ചത്തിന് അങ്ങനെയല്ല. ഏത് സമയത്തും ഈ ലോകത്തിന്റെ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എത്ര ഇരുട്ടായാലും അതിനെല്ലാം ഉള്ളിൽ കൂടി ചെന്ന് അവിടെ ഒരു വെളിച്ചം പകരുവാൻ ഈ ലോകത്തിന് കഴിയും. ഇപ്പൊ ഓൺലൈനിന്റെ കാലഘട്ടമാണ്. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പല രാജ്യങ്ങളിൽ നിന്നാണ് കേൾക്കുന്നത്. ഇരുട്ട് ആയ രാജ്യങ്ങളുണ്ട്, വെളിച്ചമുള്ള രാജ്യങ്ങളുണ്ട്. എല്ലായിടത്തും ഇതെന്ത് ചെയ്യുന്നു? ഒരുപോലെ വെളിച്ചമായിട്ട് ചെല്ലുവാനായിട്ട് ഇടയായിത്തീരും. ഏത് ഇരുട്ടിലിരുന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? ഈ ഏത് ഇരുട്ടിലിരുന്ന് നമ്മൾ ഈ വചനം കേട്ടാലും ഈ ഓൺലൈനിൽ കൂടി നമ്മൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഉള്ളിലെ വെളിച്ചം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അങ്ങനെ ലോകത്തിന്റെ നമ്മൾ വെളിച്ചമായി കഴിയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് വെളിച്ചമായി തീരാനായിട്ട് കഴിയും. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക രാത്രിയായിരിക്കാം. അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിച്ചമായി നമുക്ക് അവിടെ കടന്നിരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും ശതാധിപൻ വന്നിട്ട് പറഞ്ഞു, എന്റെ മോള് സുഖമില്ലാതിരിക്കുന്നു. അപ്പൊ എന്താ? കർത്താവ് അവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, നിന്റെ മകള് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോട്ടിന് അവിടെ എന്താ സംഭവിച്ചത്? ജീവനില്ലാത്ത ആ കുഞ്ഞിന്റെ മേൽ ആ സമയത്ത് ജീവൻ ചെല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം പലപ്പോഴും ആ ഇരുട്ടിൽ കിടന്ന ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തിയാണ്. പക്ഷെ യേശു ഇവിടെ നിന്ന് അവന് വേണ്ടി ചെന്നപ്പോൾ അവനിലെ വെളിച്ചം പ്രകാശിക്കുവാൻ ഇടയായിത്തീർന്നു. അവൻ ഇരുട്ട് മാറിപ്പോയി. ഹാലലൂയ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നാം ലോകത്തിന്റെ വെളിച്ചമാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയുടെ വെളിച്ചമല്ല. ഈ ഭൂമിയുടെ വെളിച്ചമായിരുന്നെങ്കിൽ യേശു കർത്താവ് വന്നപ്പോൾ എല്ലാവർക്കും വെളിച്ചമായി തീർന്നേനെ. ഹാലലൂയ. ഒരിക്കലും ഒരു ഭൂമിയുടെ വെളിച്ചമായിട്ടല്ല കർത്താവ് വന്നേ. എന്ത് ചെയ്യുന്ന? ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ്. അപ്പോൾ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ലോകത്തിലേക്ക് നാം ചിലതിനെ ആഡ് ചെയ്യണം. അത് ലൈറ്റ് ഇങ്ങനെ രാത്രി കത്തി കിടക്കുമ്പോൾ ജോഷിക്കുട്ടൻ പറയും, എന്താ മമ്മി ആ കഥ അങ്ങ് അടച്ചേര്, കാരണം എന്ത് ചെയ്യുന്നു? വെട്ടം വരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ വെട്ടം എന്ത് ചെയ്യും? ഈ 4 ചുവരിനകത്ത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി നിൽക്കും. അത് പുറത്തേക്ക് പോകത്തില്ല. പക്ഷെ നമ്മളൊന്ന് തുറന്നു കഴിഞ്ഞാലോ ഇവിടെ നിന്നുള്ള വെട്ടം എന്ത് ചെയ്യും? നിന്റെ മുറി വരും. ഹല്ലേലൂയ. നമ്മളെ പുറത്തേക്കുള്ള വാതിലും തുറന്നു കഴിഞ്ഞാലോ അവിടെ നിന്നുള്ള വെട്ടം
അങ്ങോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മുറിക്കുള്ളില് ഈ വെട്ടം അടങ്ങി നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ പല മേഖലകളിലും വെളിച്ചം കടന്നു ചെല്ലാത്തതിന് കാരണം എന്താണ്? ഇടുന്ന ചില ബൗണ്ടറീസ് ആണ്. ആ ബൗണ്ടറികളെ നമ്മൾ മാറ്റുന്നുവെങ്കിൽ നമ്മളിലുള്ള വെളിച്ചം പുറത്തേക്ക് ഒഴുകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ദൈവം നമ്മെ പലതിനു വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മളായി ചില ബൗണ്ടറീസ് ഇടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിലുള്ള വെളിച്ചം അവിടെ തന്നെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് പകൽ നമുക്ക് നമ്മളെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ലോകം എവിടെയാണ് നിൽക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്? നമ്മുടെ കുടുംബം മാത്രം ഒതുങ്ങുന്നതാണോ? നമ്മുടെ ഒരു സഭ മാത്രം അല്ലെങ്കിൽ ഒരു ദേശം മാത്രം ഒതുങ്ങുന്നതാണോ നമ്മുടെ ലോകമെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പകൽക്കാലം നമ്മുടെ ലോകത്തെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊന്ന് വിശാലമാക്കണം. അതിലേക്ക് ചിലരെ കൂടി നമുക്ക് കയറ്റി നിർത്തണം. അതിലേക്ക് കയറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വെളിച്ചം വ്യാപരിക്കുമെന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ്. നമ്മുടെ ആ ലോകത്തിലേക്ക് നമ്മുടെ ചില സഹോദരങ്ങളെ, നമ്മുടെ ചില ബന്ധുമിത്രാദികളെ, നമ്മുടെ ദേശക്കാരെ, ചില രാജ്യങ്ങളെ പോലും നമ്മൾ കയറ്റി നിർത്തുന്നുവെങ്കിൽ അവിടങ്ങളിലേക്ക് വെളിച്ചം പ്രകാശിക്കുവാനായിട്ട് ഇടയായി. അതല്ലാതെ ഒരിക്കലും നമുക്ക് ലോകത്തിന്റെ വെളിച്ചമാണ് കഴിയത്തില്ല. നമ്മളിൽ ഒരു വെളിച്ചം ഉണ്ടായെന്ന് വിചാരിച്ച് അത് ഒരിക്കലും മറ്റുള്ളവർക്ക് അത് പ്രയോജനമായി തീരത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ലോകത്തിലേക്ക് ചില വ്യക്തികളെ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എഴുതി വെക്കാം. നമ്മുടെ ലോകത്തിലേക്ക് നമ്മളിങ്ങനെ വട്ടം ഇങ്ങനെ പിടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കർത്താവ് നമ്മുടെ കൈവശം തരുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ, സ്തോത്രം. ചില രാജ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. നമുക്ക് കാര്യമായ ഒരു ബ്രദർ ആഫ്രിക്കയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ആഫ്രിക്ക ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക് ആഫ്രിക്കയെ കയറ്റി നിർത്തി. ആമേൻ, സ്തോത്രം. ചിലരെ കർത്താവ് എവിടെയാണ്? യൂറോപ്യൻ കൺട്രീസ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. പല രാജ്യങ്ങളിൽ കർത്താവ് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലോകത്തിലേക്ക് രാജ്യങ്ങളെ കയറ്റി നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെയാണ് നമ്മുടെ ചിന്താഗതികളെ നമുക്കൊന്ന് മാറ്റി. നമ്മുടെ ദൈവം അവൻ പരിധികളില്ലാത്ത ദൈവമാണ്. നമ്മുടെ പരിമിതമായിരിക്കുന്ന ചിന്തകൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ ഒതുക്കി നിർത്താതെ നമ്മുടെ ലോകത്തെ നമുക്കൊന്ന് വിശാലമാക്കാം. അതിലേക്ക് ജാതികളെ, വംശങ്ങളെ എല്ലാം ഒന്ന് നമുക്ക് ചേർത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ഈ ചെറിയ വെളിച്ചം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അവരെ ഒന്ന് ചേർത്ത് നിൽക്കുന്നുവെങ്കിൽ നാം നിൽക്കുന്ന ആ മുറിക്കുള്ളിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കയറ്റി വെക്കുന്നോ അതിന്റെ മേലെല്ലാം അവിടത്തെ വെളിച്ചം പ്രകാശിക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് തീരുമാനമെടുക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം നീളട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് സ്തോത്രം ചില വ്യക്തികളെ കൂടി കയറ്റി നിർത്തി, നശിച്ചുപോകുന്ന ആത്മാക്കളെ കൂടി കയറ്റി നിർത്തി, നാം അറിയത്തില്ലാത്ത വ്യക്തികളായിരിക്കാം, ജാതികൾ, വംശങ്ങൾ, രാജ്യങ്ങൾ, അവയൊക്കെ ഒന്ന് കയറ്റി നിർത്തി നാം ഒരു ബൗണ്ടറി ഇട്ട് അതിനെല്ലാം നമ്മുടെ അടുത്തേക്ക് ഒന്ന് ചേർത്ത് നിർത്തുന്നുവെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന വെളിച്ചം, ആമേൻ, അത് അവരിലേക്ക് വ്യാപരിക്കും. അപ്പോൾ കർത്താവിന്റെ വിളിയും നമ്മുടെ വിളിയും എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചമാകാനുള്ള വിളിയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു കർത്താവ് നമ്മളോട് പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എങ്ങനെയാണ് വെളിച്ചമാകേണ്ടത്? കർത്താവിനെ നോക്കിയാൽ മതി. കർത്താവ് എങ്ങനെയാണ് വെളിച്ചമായി തീർന്നത്? മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കർത്താവ് വെളിച്ചമായി തീർന്നത്? അങ്ങനെ കർത്താവിനെ നാം മാതൃകയാക്കുന്നുവെങ്കിൽ നമുക്കും എങ്ങനെ വെളിച്ചമായി തീരാമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ഈ വചനത്തിലൂടെ കർത്താവിനോട് വ്യക്തമായി സംസാരിച്ചു. സൂര്യന്റെ വെളിച്ചവും നാം ആകുന്ന വെളിച്ചവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കർത്താവ് നമ്മളെ വാഴാനാണ് ആക്കി വെച്ചിരിക്കുന്നത്. സൂര്യന്റെ വാഴ്ചയല്ല, ചന്ദ്രന്റെ വാഴ്ചയുമല്ല, അതിനെല്ലാം ഒരു പരിധികളുണ്ട്. എന്നാൽ സമയഭേദം കൂടാതെ, കാലത്തിന്റെ വ്യത്യാസം കൂടാതെ ഏത് സീസണിലും പ്രകാശിക്കുവാനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്നു. നമ്മളെല്ലാവരും സഹായിക്കാൻ ചെയ്യുമാണ്.